നല്ല എരിവൊക്കെയുള്ള നാടൻ കോഴിക്കറിയും കപ്പയും അല്ലെങ്കിൽ നാടൻ കോഴിക്കറിയും ചോറും ഒക്കെ എന്ത് നല്ല കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ കോഴിക്കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നാടൻ കോഴിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് യൂസ് ചെയ്തത് നാടൻ കോഴി തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. നാടൻ കറികൾക്ക് എപ്പോഴും നല്ലൊരു ഫ്ലേവറാണ് തേങ്ങ കൊത്തൊന്ന് വറുത്തത് കടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നത് മൊത്തം പ്രഷർ കുക്കറിലാണ്. നാടൻ കോഴിയായിട്ട് വേവ് ഒത്തിരി സമയം എടുക്കും. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഇവിടെ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് വേണേൽ കുറച്ച് ഒരു 10 മിനിറ്റ് മുമ്പ് പുരട്ടി വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ചെയ്യുന്നത് എൻ്റെ അമ്മയൊക്കെ ചെയ്യാറുള്ള ഒരു നാടൻ കോഴിക്കറിയുടെ രീതിയിലാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് പണ്ട് തൊട്ടേ എൻ്റെ അമ്മ ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ ബ്രൗൺ ആയി. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇത് കോരി മാറ്റാം. അത് വറുത്ത് മാറ്റി വെച്ചു. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനായിട്ടുണ്ട്. ചതയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു 20 കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി, ഈ ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 8-10 ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു 8-10 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, നമുക്ക് ഒത്തിരി അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതിയോ. ഇനി എണ്ണ ചൂടാക്കാൻ വീണ്ടും ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി ഫുള്ളായിട്ട് ഇടുന്നേ. ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കീറിയിടാം, 2ആയിട്ട് കീറിയിട്ട് വേണേൽ ഇടാം. ഞാൻ ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത്. ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സറിനകത്തേക്ക് ഇടാം. ഞാൻ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ പച്ചമുളക്, ഇഞ്ചി, അതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് പൊടികളിടാം. തീ കുറച്ച് വെച്ച ശേഷം ഇടുക, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല. മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൊടി ഇല്ല എങ്കിൽ സാധാരണ പൊടി ഉപയോഗിക്കാം. നമ്മൾ വലിയ എരിവ് ഉണ്ടാകത്തില്ല, നല്ല നിറവും കിട്ടും. നല്ലൊരു കൊഴുപ്പും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. എൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ നിറച്ചെടുക്കുക. ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നാടൻ ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചമണം മൊത്തം മാറണം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന നാടൻ കോഴിയാണ്, ഒരു ഫുൾ കോഴിയാണ്. വേവ് നോക്കിയാൽ ക്ലീൻ ചെയ്ത ശേഷം ഒരു 850 ഗ്രാം ഉണ്ട്. അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ടാണ് നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഇച്ചിരി മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ച ശേഷമാണ് ക്ലീൻ ചെയ്തത്. അതുകൊണ്ടാണ് ആ ചെറിയൊരു മഞ്ഞ നിറം കാണുന്നത്. മസാല ഇതെല്ലാം നന്നായിട്ട് പിടിക്കുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഈ മസാല ഇറച്ചിയിലേക്ക് പിടിക്കാനായിട്ട് 2-3 മിനിറ്റ് വഴറ്റുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഏകദേശം 1 കപ്പ് ചാറായിട്ടാണല്ലോ എടുക്കുക. എത്ര ഗ്രേവി വേണോ അനുസരിച്ചിട്ട് ഒഴിക്കാം. കുക്കറിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ച് ഇറച്ചി നന്നായിട്ട് വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 3 വിസിൽ വരെയാണ് കുക്ക് ചെയ്തത് ഹൈ ഫ്ലെയിമിൽ. അതിനുശേഷം ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ചെയ്യാം. വേവ് എപ്പോഴും ഓരോ ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ച് വ്യത്യാസം വരും. നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി. വീണ്ടും തിളപ്പിക്കുക. ഇതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചേക്കുന്നത് ചേർക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കുക. ഇവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. ആ തേങ്ങാക്കൊത്ത് ഇട്ട ശേഷം തീ കുറച്ച് ഒരു 5 to 10 minutes ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് കുക്കാവട്ടെ. ആ തേങ്ങാക്കൊത്തിലേക്കും അരപ്പിൻ്റെ ആ ടേസ്റ്റ് എല്ലാം കൂടെ പിടിക്കണം. ഇതുവരെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ 10 മിനിറ്റോളം കുക്ക് ചെയ്തു. ഇതിനെ ഓഫ് ചെയ്യാം. നമുക്കിനി അടുത്തായിട്ട് കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തു. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്കൊരു വളരെ കുറച്ചൊരു 4 കഷ്ണം ഉലുവയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കടുക്, കുറച്ച് ചുവന്നുള്ളി ചേർക്കാം. ഒരു 3-4 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്. ബ്രൗൺ ആകുമ്പോൾ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ള് കായംപൊടിയും കൂടെ ചേർക്കും. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു നുള്ള് കായംപൊടി. ഈ മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ചേരം അടച്ചു വെക്കുക. ഫ്ലേവർ എല്ലാം അവിടെ പിടിക്കാനായിട്ട് അടച്ചു വെക്കുക. ഇത് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ ചിക്കൻ കറി നിങ്ങൾ കണ്ടല്ലോ. ബ്രോയിലർ ചിക്കൻ ഉണ്ടാക്കുന്നതിൽ ഒത്തിരി ടേസ്റ്റിയാണ് നാടൻ കോഴി വെച്ചിട്ട് കറി വെക്കുമ്പോൾ. കുക്കിംഗ് ടൈം മാത്രം വെച്ചിട്ട് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ പ്രഷർ കുക്കർ യൂസ് ചെയ്തു. പ്രഷർ കുക്കറിന് പകരം നിങ്ങൾക്ക് കൂടുതൽ സമയം അടുപ്പിൽ വെച്ചിട്ട് ചട്ടിയിലോ അങ്ങനെ വേണമെങ്കിലും ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കറി നമുക്ക് കപ്പ പുഴുങ്ങിയത്, കപ്പ വേവിച്ചത്, അല്ലെങ്കിൽ ചോറ്, ചപ്പാത്തി, പൊറോട്ട, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.